ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ സെലിബ്രേഷനാണ്. എല്ലാവർക്കും ആഗ്രഹം സെലിബ്രേഷനാണ് അല്ലേ? ഇപ്പോൾ ഓഗസ്റ്റ് 15 വന്നാൽ, ഓണം വന്നാൽ, ക്രിസ്മസ് വന്നാൽ, പെരുന്നാൾ വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ, കുടുംബത്തിൽ എന്തെങ്കിലും കല്യാണം കാര്യങ്ങൾ വന്നാൽ, ഇങ്ങനെ എന്ത് കാര്യങ്ങൾ വന്നാലും എല്ലാവരും സെലിബ്രേഷൻ്റെ പിന്നാലെയാണ്, ആഘോഷങ്ങളുടെ പിന്നാലെയാണ്. ആഘോഷമൊക്കെ നല്ലതാണ്, എല്ലാം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എല്ലാവരും ആഘോഷത്തിൽ മാത്രമാണുള്ളത്. അപ്പോൾ ആഘോഷം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സെലിബ്രേഷൻസ്, അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം റെഡിയാണ്. എന്നാൽ ഈ ഒരുക്കം, ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു കല്യാണം വന്നു, അപ്പോൾ നമ്മൾ അതിൻ്റെ വലിയ ആഘോഷങ്ങളായിരിക്കും. ഈ ആഘോഷങ്ങളിലും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഭയങ്കര രസമായിരിക്കും, ആ ദിവസങ്ങളൊക്കെ ഭയങ്കര രസമായിരിക്കും. എന്നാൽ കല്യാണം കഴിഞ്ഞാലോ പിന്നെ നമ്മൾ ഭയങ്കര ഒറ്റപ്പെട്ട പോലെ, എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നത്, നമ്മൾ ഒറ്റപ്പെട്ട പോലെ, നമ്മൾ ഒറ്റക്കായ പോലെ ഒരു ഫീലിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സോ അതുപോലെ തന്നെ എന്ത് സെലിബ്രേഷൻ വന്നാലും, അപ്പം ശരിക്കും ഇന്ന് മനുഷ്യന്മാരുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഈ ആഘോഷങ്ങളെയല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സാറ്റിസ്ഫാക്ഷനാണ്. സോ ഒരു മനുഷ്യന് എല്ലാ സമയത്തും എപ്പോഴും ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ സാധനം എന്താണ്? നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ, ആ നമ്മുടെ കയ്യിലുള്ള രൂപയ്ക്ക് നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. അത് ഇപ്പം എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിലും ഞാൻ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു, 1000 രൂപ ഉണ്ടെങ്കിലും ഞാൻ ജീവിക്കുന്നു, 100 രൂപ ഉണ്ടെങ്കിലും ജീവിക്കുന്നു. അപ്പോൾ അങ്ങനെ ജീവിക്കാനുള്ള അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ പാകപ്പെടുത്തി വെക്കുമ്പോഴാണ് ഈ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക എന്നുള്ളത്. അതെല്ലാ കാര്യത്തിലുമുണ്ട്. അത് ഇപ്പം എക്സാമ്പിൾ, ഇപ്പം പ്രോഗ്രാം, ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ വീട്ടിലൊരു പ്രോഗ്രാം നടക്കുകയാണ്, എല്ലാവരും നല്ല ഡ്രസ്സെല്ലാം ഇട്ടു, നല്ല ഡ്രസ്സ് വാങ്ങിച്ചു, നല്ല മോഡൽ ഡ്രസ്സ്, നല്ല അടിപൊളിയായിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് നമ്മുടെ കയ്യിൽ പേയ്മെൻറ്റ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിൽ നമ്മൾ ഭാര്യയ്ക്കൊന്നും കാര്യമായ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. നമ്മളെ പഴയ ഡ്രസ്സ്, നമ്മളെ ഉള്ളതിൽ നല്ല ഡ്രസ്സ് ഇട്ട് നമ്മൾ വന്നു. സ്വാഭാവികമായിട്ടും ഈ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അസ്വസ്ഥത വരും. അവർക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ മൂടൊന്നും ഉണ്ടാവില്ല. എന്നാൽ അതേസമയം സാറ്റിസ്ഫാക്ഷനോട് കൂടി ജീവിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അവർ നല്ല ഡ്രസ്സ് ഇട്ട്, ഒരുപാട് പേയ്മെൻറ്റ് ചിലവാക്കി ഡ്രസ്സ് ഇട്ട് വന്ന്, അല്ലെങ്കിൽ ആ പ്രോഗ്രാം എൻജോയ് ചെയ്ത ആൾക്കാരെ പോലെ തന്നെ എന്ത് ചെയ്യും, ഇവരൊന്ന് അടിപൊളിയായിട്ട് പോകും. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? അവർ നമ്മളെക്കുറിച്ച് പറഞ്ഞു, ഇവർ നമ്മളെക്കുറിച്ച് പറഞ്ഞു, ആ ചിന്തകളൊക്കെ മാറ്റി നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മളെ സിറ്റുവേഷൻ എന്താണ്, നമ്മളെ സാഹചര്യം എന്താണ്, നമ്മളിലേക്ക് മാത്രം നോക്കി നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായി നമ്മൾ വിനിയോഗിച്ച് എല്ലാവരെയും കെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുമ്പോഴാണ് ഈ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. മനസ്സിലായില്ല? അപ്പോൾ ഈ സാറ്റിസ്ഫാക്ഷനാണ് ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ബെനിഫിറ്റ് എന്താണ്? ഏതവസ്ഥയിലും മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റും. കാരണം എന്താണ്? ഈ പ്രശ്നങ്ങൾ എനിക്ക് വരാനുണ്ടായ കാരണവും